എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ, അതായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദുരിതപൂർണമായ ജീവിതങ്ങൾ നയിച്ചു വന്നിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമാണ് മാർച്ച് 12 വ്യാഴാഴ്ച എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും, അതായത് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും നേർ വിപരീതമായ ഫലങ്ങളായിരിക്കും ഇതുവരെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുക. അതായത് ചിന്തിച്ചതൊന്നും വിചാരിക്കുന്നതൊന്നും ചെയ്തു തീർക്കാൻ പറ്റാതെ പല പല കാരണങ്ങളാൽ അവയ്ക്കൊക്കെ തടസ്സങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നിരിക്കും നിങ്ങൾ ഇതുവരെ കടന്നു വന്നിട്ടുണ്ടാവും. പലരുടെയും ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിന്നിരുന്നത്. അതായത് നിങ്ങൾക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, ആവശ്യത്തിന് പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ അവയ്ക്കൊക്കെ ഒരു പരിഹാരം കാണാനാവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ പറയുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ നല്ല ചില മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്ന ഒരു ദിവസമാണ് മാർച്ച് 12 എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ കാരണമാകുന്നത് ചൊവ്വയുടെ മാറ്റം കൊണ്ടാണ്. കാരണം മനുഷ്യ ജീവിതങ്ങളെ അത്രയധികം സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചൊവ്വ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുകയും ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള ചൊവ്വയുടെ സഞ്ചാരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ ചൊവ്വയുടെ ഈ ഒരു മാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 12-ാം തീയതി ഈ പറയുന്ന നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ കാരണമാകുന്നു. അവയെപ്പറ്റിയെല്ലാം വിശദമായി തന്നെ ഈ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യമായി ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഈ വരുന്ന 12-ാം തീയതി വ്യാഴാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ സ്വാധീനം എന്ന് പറയുന്നത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഒട്ടനവധി ഗുണദോഷ ഫലങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നായിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ കാണുന്നതനുസരിച്ച് ചൊവ്വയുടെ ഈ ഒരു നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ ധനം, സമ്പത്ത് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ കാരണമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന പല മകരം രാശിക്കാരുടെ ജീവിതത്തിലും അനവധി പ്രതിസന്ധികളും നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന പലവിധ പ്രശ്നങ്ങളും അനുഭവിച്ചു വന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇത്തരം തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുമുണ്ടാവാം. ചില പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുക എന്ന് അറിയാത്ത തരത്തിൽ നിങ്ങൾ വിഷമിക്കുന്നവരും ഉണ്ടാവാം. പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും തന്നെയായിരിക്കും നിങ്ങളെ ഇത്തരമൊരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും, പ്രധാനമായും സാമ്പത്തിക പ്രശ്നം, അതായത് കടബാധ്യതകളും കടങ്ങൾ വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി അനുഭവത്തിൽ വരികയും നിലവിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്ന ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അതിലൂടെ പരിഹാരം കാണുവാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ധന നേട്ടം കയ്യിൽ വരിക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സ്രോതസ്സിൽ നിന്നോ ആയിരിക്കും. ഇതുകൂടാതെ ഈ ഒരു സമയം മുതൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവയ്ക്കൊക്കെ ഒരു പോസിറ്റീവായ ഫലങ്ങൾ തന്നെയായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് ഉണ്ടാവുക എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുവാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നുവോ അവയൊക്കെ ചൊവ്വയുടെ ഈ ഒരു നക്ഷത്ര മാറ്റം കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതായത് എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇതിനാൽ സംജാതമായിരിക്കുന്നത്. അതുകൂടാതെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ കുറച്ചു നാളുകളായി ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്നിട്ടും അത് കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരുണ്ടാകാം. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും ആ ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കാത്ത, എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന ചിന്തകൾ കൊണ്ട് മാത്രം
നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി തുടരുന്നവരും ഈ അധ്യായം കാണുന്നുണ്ട്. കൂടാതെ സ്വന്തമായി ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ഇല്ലാത്തതിനാൽ തന്നെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരും ഈ അധ്യായം കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ കർമ്മമേഖലയിൽ ഒരു പുരോഗതിക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഭാഗ്യസമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചെറിയ പരിശ്രമങ്ങൾ പോലും വൻ വിജയത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ സംജാതമായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രമം തുടരുകയും ആത്മവിശ്വാസത്തോടെ തന്നെ മകരം രാശിക്കാർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു സമയം തെളിഞ്ഞിരിക്കുകയാണ്. കൂടാതെ മകരം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള ഒരു ഭാഗ്യം തെളിഞ്ഞു കാണുന്നു. കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും വളരെ മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മെച്ചപ്പെട്ട ഫലമായിരിക്കും ഈ ഒരു ദിവസം മുതൽ കാണാനാവുക. ഇനി അടുത്തതായി ഈ ഒരു ദിവസം പലവിധ ഉന്നമനങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ചൊവ്വയുടെ ഈ ഒരു നക്ഷത്രമാറ്റം എന്ന് പറയുന്നത് മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിസ്മരണീയമായ ചില കാര്യങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്ന ഒരു സമയത്തിന്റെ തുടക്കമായാണ് കാണുക. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ പിറന്ന മീനം രാശിയിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ജീവിതത്തിലെ ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അതായത് മീനം രാശിക്കാരിൽ പല ആളുകളും ഒന്ന് സന്തോഷിച്ചിട്ട് തന്നെ വളരെ നാളുകളായിട്ടുണ്ടാവും. മനസമാധാനക്കേടും ദാമ്പത്യ പ്രശ്നങ്ങളും സാമ്പത്തിക കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളുമായി വ്യാപാര മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെയായി വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോരുന്നുണ്ടാവുക. ഇത്തരത്തിൽ മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വയുടെ ഈ ഒരു നക്ഷത്ര മാറ്റം കൊണ്ട് വളരെ വലിയ ചില മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും കരകയറുവാനുള്ള വളരെ നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്ന, നിങ്ങളെ വാക്കുകൾ കൊണ്ട് നോവിച്ചിരുന്ന ചില വ്യക്തികൾക്ക് മുന്നിൽ നിങ്ങൾ ഒറ്റയടിക്ക് ഉന്നതിയിലെത്തുന്നത് കാണുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഉയർച്ച കൊണ്ട് പകരം വീട്ടുവാനുള്ള ഒരു സമയം തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായി പറയത്തക്കവണ്ണം വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് ഇത്. പലവിധ സാമ്പത്തിക പ്രശ്നങ്ങളാലും നട്ടം തിരിയുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളിലേക്ക് സമ്പത്ത് ആകർഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിൽ ചിലർക്ക് ചില തുകകൾ തടസ്സങ്ങൾ നീങ്ങി കൈപ്പറ്റുവാൻ കഴിയും എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതുപോലെ തന്നെ ലഭിക്കാതിരുന്ന ചില തുകകൾ, അത് പാസ്സാവാതെ കിടന്ന ലോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പള കുടിശ്ശികയോ പോലുള്ള കാര്യങ്ങളായിരിക്കാം, അവയൊക്കെ കിട്ടുന്നതായി തന്നെയാണ് ഫലത്തിൽ കാണുക. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടും തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ വളരെ ഉത്തമമായ ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതിലൂടെ മികച്ച രീതിയിലേക്ക് നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ ജീവിതത്തെയും ഉന്നതിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒട്ടനവധി ശുഭകാര്യങ്ങൾ വന്നു ചേരുകയും സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് ഈ ഫലങ്ങൾ കാണുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് 12-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കാലങ്ങളായി പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും എന്നാൽ അവ നടക്കാതിരിക്കുകയും പലവിധ തടസ്സങ്ങളിൽ പെട്ടുഴലുകയും ചെയ്തിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാനുള്ള ഒരു യോഗമാണ് ചൊവ്വയുടെ ഈ ഒരു നക്ഷത്ര മാറ്റത്താൽ തെളിയുന്നത്. ഇനി അടുത്തതായി ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച ചൊവ്വയുടെ നക്ഷത്ര മാറ്റം കൊണ്ട് വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരെ വരുന്നത് അവിട്ടം, ചതയം, പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ പല പല സാഹചര്യങ്ങളും മാറിമറിയുകയും എങ്ങനെയാണ് ഇത്ര വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ പോലും അതിശയത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ 12-ാം തീയതിയോടെ സംഭവിക്കാൻ പോകുക. അതിനാൽ തന്നെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർ കുറച്ച് നാളുകളായി തന്നെ ജീവിതത്തിൽ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോരുന്നുണ്ടാവുക. കാരണം ഓരോരോ പ്രതിസന്ധികളായി മാറി മാറി വന്ന് ഒന്നൊഴിയാതെ പ്രതിസന്ധികൾ മാത്രം നിങ്ങളുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കി ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു
അവസ്ഥയിലൂടെയായിരിക്കും പലരും കടന്നു പോരുന്നുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും നിങ്ങളുടെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് വളരെ മികച്ച ഒരു ഉന്നതിയിലേക്ക്, സാമ്പത്തിക ഭദ്രതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ചൊവ്വയുടെ ഈ ഒരു നക്ഷത്ര മാറ്റത്താൽ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വ്യാപാര മേഖലകളിലോ എന്തൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യമോ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ചിലർക്ക് അവരാരംഭിച്ച ബിസിനസ്സിൽ നിന്നും അവർ പ്രതീക്ഷിച്ചത്ര ഒരു ലാഭം തിരികെ ലഭിക്കാതിരിക്കുകയും നിങ്ങൾ അതിൽ മുടക്കിയ തുക വരെ നഷ്ടപ്പെടുമോ എന്ന ചിന്തയിലൂടെ കടന്നുപോരുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ട്. എന്നാൽ അത്തരം അവസ്ഥകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ നീങ്ങുകയും ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു അനുകൂല സമയം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങളെ വരവേൽക്കുക. മാത്രമല്ല, കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഈ ഒരു ദിവസം കുംഭം രാശിയിൽപ്പെട്ട ചിലർക്കൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടി വരികയും അവയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നന്നായി തന്നെ ചെയ്തു തീർക്കുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നു. ചില പ്രധാന വ്യക്തികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയം തന്നെയാണ്. അനവധി നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായി തന്നെ ഇതിനെ കാണാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. മക്കളുടെ സ്വഭാവ ദൂഷ്യത്തെ ഓർത്ത് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ അവർക്കും ഈ ഒരു സമയത്ത് മക്കളുടെ ചില സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് അവർ കരകയറി വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും അവർക്ക് സാധിക്കും. കൂടാതെ ഈ ഒരു സമയം കുംഭൻ രാശിയിൽ പിറന്ന അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാരുടെ വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന പലവിധ തടസ്സങ്ങളും നീങ്ങുകയും മംഗളകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വരികയോ അല്ലെങ്കിൽ വിവാഹം നടക്കുകയോ ചെയ്യാവുന്ന സ്ഥിതിയാണ് കാണുന്നത്. കൂടാതെ പലവിധ മംഗള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ദിവസം പങ്കെടുക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകരെല്ലാം തന്നെ ക്ഷേത്ര കാര്യങ്ങളിലും ദൈവിക സമർപ്പണങ്ങൾക്കും കൂടെ സമയം കണ്ടെത്തി നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക കൂടി ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.